Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's lecture, we will be discussing about the nature and scope of marketing. First, let us look into the nature of marketing. Nature of marketing evolves from its multidisciplinary coverage of activities, which is as follows. First one, it is a dynamic process. Marketing is an ongoing activity which does not stop at any step. After finding customers' needs and wants, it needs to develop such products or services which can satisfy these needs, and after this there is need to advertising, promotion, distribution, etc. The process goes on. For dynamic process എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഇസ് എ ഡൈനാമിക് പ്രോസസ് എന്ന് പറയാൻ കാരണം ഒരു പ്രോസസ്സ് ഒന്നെങ്കിൽ സ്റ്റാറ്റിക് പ്രോസസ് ആയിരിക്കും അല്ലെങ്കിൽ ഡൈനാമിക് പ്രോസസ് ആയിരിക്കും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ ആക്ടിവിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റാറ്റിക് പ്രോസസ് എന്നും, ഡൈനാമിക് ആക്ടിവിറ്റി മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് ഡൈനാമിക് ആക്ടിവിറ്റി എന്ന് പറയുക, അത് ഒരു കാര്യം മാത്രമല്ല ചെയ്യുന്നത്. ഫസ്റ്റ് കസ്റ്റമറിൻ്റെ നീഡ്സ് മനസ്സിലാക്കി അതിനാവശ്യമായ പ്രോഡക്ട്സോ സർവീസോ ഡെവലപ്പ് ചെയ്യണം. വൺസ് ഡെവലപ്പ് ചെയ്താൽ അവരുടെ ജോലി അവിടെ തീരുന്നു ഇല്ല, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകും. അഡ്വർടൈസിങ് ചെയ്യണം, പ്രൊമോഷൻ ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും എൻഡ് യൂസറിലേക്ക് എത്തുന്ന വരെയുള്ള ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മുടെ നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ ഡൈനാമിക് പ്രോസസ്. ഇറ്റ് ഇസ് എ ഡൈനാമിക് പ്രോസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ്. അനദർ നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് ഇസ് ഇറ്റ് ഈസ് customer oriented. Marketing is customer oriented. Marketing is a process of finding needs and wants of customers and satisfying those needs profitably. നമ്മൾ എപ്പോഴും പറയാറുള്ള മാർക്കറ്റിംഗിൽ മിക്ക മാർക്കറ്റിംഗ് ഏജൻസും പറയാനുള്ള ഒരു സ്ലോഗനാണ് കസ്റ്റമർ ഇസ് ദ കിങ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? കസ്റ്റമറിൻ്റെ നീഡ്സും വോൺസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ ആദ്യമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മാർക്കറ്റിങ്ങിലൂടെ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ്. കസ്റ്റമറിൻ്റെ നീഡ്സും വോൺസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ കൺസിഡറേഷൻ നമുക്ക് തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റിംഗിൻ്റെ നേച്ചർ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. കസ്റ്റമറിൻ്റെ നീഡ്സും വോൺസും സാറ്റിസ്ഫൈ ചെയ്ത് അതിൽ നിന്നും ഒരു പ്രോഫിറ്റബിലിറ്റി കണ്ടെത്തുക എന്നാണ് മാർക്കറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് ഈസ് all encompassing. It is not a single process. It includes production planning, research, advertising, financial management, budgeting, selling, etc. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ല. നമ്മൾ ഫസ്റ്റ് നേച്ചറിൽ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനിഷൻസ് പറഞ്ഞപ്പോഴും മീനിങ് പറഞ്ഞപ്പോഴും എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് ആൻ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. കുറേ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ എൻകംപാസിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വരും. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് വരും, പ്രൊഡക്ഷൻ പ്ലാനിങ് വരും, റിസർച്ച് ആക്ടിവിറ്റീസ്, അഡ്വർടൈസിങ് ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിംഗ്, സെല്ലിംഗ്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ വൺസ് ഒരു കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കി ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ പ്രോഡക്റ്റ് എൻഡ് കൺസ്യൂമർ അല്ലെങ്കിൽ എൻഡ് യൂസറിലേക്ക് എത്തുന്ന വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കൂടെ ചേർന്നിട്ടുള്ള ഒരു എൻകംപാസിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. Next nature of marketing is it is integrating. It integrates all departments of an enterprise, be it production, finance, IT, HR, etc. മാർക്കറ്റിംഗ് നമ്മൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. മാർക്കറ്റിംഗ് പ്രോസസ്സ് എന്നുള്ളത് ആ ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് മാത്രം നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു എൻ്റർപ്രൈസിലെ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ, പ്രൊഡക്ഷൻ, ഫിനാൻസ്, IT, HR, അങ്ങനെ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം നമുക്കറിയാം എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഒരു കസ്റ്റമറിൻ്റെ നീഡ്സും വോൺസും മനസ്സിലാക്കണം. അതിനുവേണ്ടി നമുക്ക് പല വിധത്തിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിസർച്ചസ് നടത്തേണ്ടി വരും. പിന്നീട് അതനുസരിച്ച് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഫിനാൻഷ്യൽ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യണം, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്പ് വേണം, മറ്റു കാര്യങ്ങൾക്ക്
IT ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്പ് വേണം, HR ഹ്യൂമൻ റിസോഴ്സ്, നമുക്ക് ആവശ്യമായ സ്റ്റാഫിനെയും മറ്റും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഇസ് എ ഇൻറ്റഗ്രേറ്റിംഗ് പ്രോസസ്സ്. Another impressive nature of marketing is it is creative. Marketing is creative in nature. It looks out for new ideas, views, activities and solves problems or enact opportunity in a creative way. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്. പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക. കസ്റ്റമറിന് നമ്മൾ നിലവിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിലവിൽ നമ്മൾ നോക്കുന്നത് കസ്റ്റമറിന് ഇപ്പോൾ നിലവിൽ എന്തൊക്കെ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്, അവർക്ക് ഇനി എന്താണ് അവർക്ക് കിട്ടാത്തത്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണ്, അതിലേക്ക് നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് അത് കൊണ്ടുവരാനായിട്ട് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും, പുതിയ ആക്ടിവിറ്റീസ് തുടങ്ങേണ്ടി വരും. അത്തരത്തിൽ ഒരു കസ്റ്റമറിലുണ്ടാകുന്ന പ്രോബ്ലം സോൾവിങ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ഒരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്. നമ്മളിതെല്ലാം ചെയ്യുന്നെങ്കിലും നമുക്ക് പ്രോഫിറ്റബിളായി മാറണമെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, കസ്റ്റമറിൻ്റെ ഏത് നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകും എന്ന് മനസ്സിലാക്കുന്ന ഒരു ക്രിയേറ്റീവ് തിങ് ആണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. സോ മാർക്കറ്റിംഗ് ഇസ് എ ക്രിയേറ്റീവ് ആക്ടിവിറ്റി. Next, we are going to discuss about the scope of marketing. Marketing has a very wide scope. It covers all the activities from conception of ideas to realization of profit. Some of them are discussed as below. At first, product planning. It includes the activity of product research, market segmentation, product development, determination of the attributes, quantity and quality of the products. മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ഇനിഷ്യൽ കോൺസെപ്ഷൻ സ്റ്റേജ് തൊട്ട് അങ്ങേയറ്റം അത് പ്രോഫിറ്റബിൾ ആകുന്ന കൺസ്യൂമറിലേക്ക് എത്തി നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്ന സ്റ്റേജ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനും മാർക്കറ്റിംഗ് എന്നൊരു ഫാക്ടർ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് പ്രോഡക്റ്റ് പ്ലാനിങ്ങിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് റിസർച്ച്, എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് റിസർച്ച്, ആ പ്രോഡക്റ്റിന് എന്തുള്ള മാർക്കറ്റ് ഉണ്ടോ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് ഏരിയയാണ് നമ്മൾ മാർക്കറ്റിംഗിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഡിറ്റർമിനേഷൻ ഓഫ് ദ ആട്രിബ്യൂട്ട്സ്, ആ പ്രോഡക്റ്റിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടാവണം, എന്ത് ക്വാളിറ്റി എന്ത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും മാർക്കറ്റിങ്ങിന് ഒരു ഇമ്പോർട്ടൻസും സ്കോപ്പും ഉണ്ട്. Another important activity of marketing is branding. Branding of products is adopted by many reputed enterprises to make their products popular among the customers and for many other benefits. Marketing managers has to take decision regarding the branding policy, procedures and implementation program. അപ്പോൾ എന്താണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്? നമ്മുടെ പ്രോഡക്റ്റിനെ കസ്റ്റമറിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ പ്രോഡക്റ്റിനെ മാറ്റുന്നതിനാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുക. പലവിധ ബ്രാൻഡുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? ചില സിമ്പിൾസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇന്ന ബ്രാൻഡിൻ്റെയാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ സിമ്പിൾ നമ്മൾ കാണുമ്പോഴേ അറിയാം, അതൊരു ആപ്പിൾ പ്രോഡക്റ്റാണ്, ആപ്പിൾ ഐഫോൺ, അങ്ങനത്തെ പല രീതിയിലുള്ള പ്രോഡക്ട്സ് നമുക്ക് ആ സിമ്പിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ബ്രാൻഡാണെന്നോ. ഇതിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു സ്ലോഗൻ കാരണം ആ പ്രോഡക്റ്റിനെ പെട്ടെന്ന് കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുക. അപ്പോൾ മാർക്കറ്റിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും സ്കോപ്പുള്ള ഒരു ഏരിയയുമാണ് ബ്രാൻഡിങ്. നെക്സ്റ്റ്, പാക്കേജിങ്. Packaging is to provide a container or wrapper to the product for safety, attraction and ease of use and transportation of the product. പാക്കേജിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് നമ്മൾ പാക്കേജിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല പ്രോഡക്ട്സും നമ്മൾ അതിൻ്റെ കവർ കണ്ടിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവാറുണ്ട് അല്ലേ. നമ്മൾ ആ പ്രോഡക്റ്റിന് നമുക്ക് അത്ര സിമിലർ അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവായി പാക്ക് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് പാക്കേജിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൃത്യമായി പ്ലാൻ ചെയ്തൊക്കെ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് പാക്കേജിംഗ് എന്നുള്ളത്. അപ്പോൾ അനദർ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് പാക്കേജിംഗ്. Another important area for marketing is channels of distribution. Decision regarding selection of the most appropriate channel of distribution like wholesaling, distribution and retailing
is taken by the marketing manager and sales manager. ഒരു മാർക്കറ്റിംഗ് മാനേജറും സെയിൽസ് മാനേജറും കൂടെയാണ് ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റ് ഹോൾസെയിലിംഗ് ആണോ ചെയ്യുന്നത്, അതോ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏജൻറ്റ് വഴി റീറ്റെയിൽ ആയിട്ടാണോ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ ഏത് ചാനൽ വഴിയാണ്, ഓൺലൈനായിട്ടാണോ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ ഏത് ചാനൽ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് മാനേജറിൻ്റെ ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ channel of distribution is also an important area for marketing process. Another important activity of marketing is sales management. Selling is a part of marketing. Marketing is concerned about all the selling activities like customer identification, finding customers' needs, persuading customer to buy products, customer service, etc. അപ്പോൾ സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ്. കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക, അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ് മേടിപ്പിക്കുക, കസ്റ്റമർ സർവീസ്, ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സെയിൽസ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയും മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, അഡ്വർടൈസിങ്. അഡ്വർടൈസ്മെൻറ്റ് ഡിസിഷൻ ലൈക്ക് സ്കോപ്പ് ആൻഡ് ടൈം ഓഫ് അഡ്വർടൈസിങ്, അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ്, സെലക്ഷൻ ഓഫ് മീഡിയ എക്സെട്ര കംസ് ഇൻ ടു മാർക്കറ്റിംഗ്. നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ, നമ്മളൊരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്ന കാര്യമാണ് അഡ്വർടൈസ് ചെയ്യണം അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജറാണ് എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് വേണമെന്നുള്ളത് തീരുമാനിക്കുക. എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് മെസ്സേജാണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടത്, ഏത് മീഡിയ യൂസ് ചെയ്താണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജറാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് പ്രോസസ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് അഡ്വർടൈസിങ് എന്നുള്ളത്. Next, finance. We all know that not even a single activity in a business can exist without finance. Marketing is also concerned about the finance. As every marketing activity, being it packaging, advertising, sales, a budget is fixed and all the activities have to be completed within the limit of that budget. മാർക്കറ്റിങ്ങിൻ്റെ ആക്ടിവിറ്റിക്ക് നമുക്ക് ഫിനാൻസ് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏത് മാർക്കറ്റിങ്ങിൻ്റെ ഏത് ആക്ടിവിറ്റി ആയാലും, പാക്കേജിംഗ് ആണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും, ഇതിനെല്ലാം നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ഈസ് ഓൾസോ കൺസേൺഡ് അബൌട്ട് ഫിനാൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ നേച്ചറും സ്കോപ്പുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ അത് തന്നെയാണ് തന്നിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.